രോഗവും കൂടുന്നു, മരണവും കൂടുന്നു. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. പറയാനും കാര്യങ്ങൾക്ക് എളുപ്പമുണ്ട്. ഒരു ബാധ്യത ഇല്ലാതെ പള്ളിക്കാട്ടിൽ കിടക്കണം. മരണം അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും വരാം. ഒരു ബാധ്യതയും ആർക്കും ഒരു ഭാരവുമില്ലാതെ, ഒരാളെയും വെറുപ്പിക്കാതെ, ഒരൊറ്റ മനുഷ്യനെ വ്യക്തിപരമായി കരയിപ്പിക്കാത്ത വിധത്തിൽ നമ്മുടെ കണ്ണടയാണ്. ഞാൻ എന്നോടടക്കാണ് പറയുന്നത്, ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയേണ്ടി വരരുത്. കരഞ്ഞോ പള്ളിക്കാട്ടിൽ, ഇവിടെ നമുക്കെന്തും പറയാം, പള്ളിപ്പറമ്പിൽ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാതെ അള്ളാഹു അവനെ വിടൂല. മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അഥവാ നമുക്ക് വല്ലതും സംഭവിച്ചാൽ നാം ആരെ വേദനിപ്പിച്ചോ കരയിപ്പിച്ചോ അവരായിരിക്കും നമ്മുടെ അരികിൽ വരിക. അവരായിരിക്കും നമ്മുടെ മുഖത്തുള്ള തുണി എന്ന് പൊക്കി നോക്കുക. എന്നിട്ട് ഫാത്തിഹ വിളിച്ച് യാസീൻ ഓതുന്നത് ആ സാധുവായിരിക്കും. നമ്മൾ അവരെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അവരെ കുറെ കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരായിരിക്കും നമുക്കൊരു യാസീൻ ഓതാൻ ഉണ്ടാവുന്നത്. നമ്മൾ വിചാരിച്ച പല ആളുകൾക്കും സമയം കിട്ടിക്കാണില്ല, അവർക്ക് എത്തിപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, മഹാന്മാർ പഠിപ്പിച്ചു, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ച വലിയൊരു മഹാനാണ്. ബഹുമാനപ്പെട്ടവർ നമ്മോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് യാസീൻ ഓതാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ മുവഫ്ഫഖ്. മരിക്കുമ്പോ നമുക്കൊരു യാസീൻ ഓതാൻ പറ്റിയ കൂട്ടുകാർ, അതിനാണ് നമ്മൾ ഒരാളെയും കരയിപ്പിക്കാതെ, ഒരൊറ്റ മനുഷ്യനെ വെറുപ്പിക്കാതെ, വേദനിപ്പിക്കാതെ. അതുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു പറ്റും? ഭാരല്ലേ? മക്കള് പോലും പറയാണ്, വാപ്പ മരിക്കല് ഖൈറെങ്കിൽ മരിക്കാൻ വരക്കണം. രോഗിയായ എല്ലാവർക്കും പരിധിയുണ്ട്. ആ പഴയകാലത്തെ മഹബത്തും സ്നേഹമൊന്നും പറച്ചിലുണ്ടാവും, പ്രവൃത്തിയിൽ കുറച്ച് പ്രയാസം. ഒരു വാപ്പ ഒരാഴ്ച കടന്നോക്കട്ടെ, ഒരാഴ്ചക്ക് എല്ലാവരും ഉണ്ടാവും. അതൊരാ മാസം അങ്ങായി കഴിഞ്ഞാൽ പിന്നീട് പുറത്തോ ഒരു പൊട്ടിയൊരിക്കുന്ന അല്ലാഹു കാക്കട്ടെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചോരകൾ പോലും വെറുക്കും എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അവർക്ക് അലർജി വരും, അറപ്പ് വരും. ആ കാലമാണ്, പഴയ കാലമല്ല. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, കോവിഡ് കാലത്തിന് ശേഷം ധാരാളം മരണങ്ങൾ, 8, 10, 15 കൊല്ലം രോഗിയായി കിടക്കുന്നവർ മരിക്കുന്നില്ല. 10, 20 കൊല്ലം രോഗിയായി കിടക്കുന്നവർ മരിക്കുന്നില്ല. ഒരു കുഴപ്പമില്ല, ഒരു രോഗവുമില്ല, പറയത്തക്ക വയസ്സുമില്ല. പക്ഷെ അയാൾ മരിച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ അയാൾ കിഡ്നി പോയി, അല്ലെങ്കിൽ അയാൾക്ക് ക്യാൻസറാണ്. ഇതല്ലേ എന്റെ അനുജന്മാരെ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.